ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിനീസ് ഫാമിലി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പയർ ഉപ്പേരിയാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് പച്ചപ്പയർ, നാളികേരം, മുളക്, ചതച്ച മുളക്, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് വെളിച്ചെണ്ണ. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉള്ളിയും ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇടാം. കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ കണക്ക് പറയാനൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. 2 ടീസ്പൂണൊക്കെ ഇട്ടിടാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടാം. അതിനുശേഷം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ മുളക്, ചതച്ച് വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ അധികം എരിവില്ലാത്ത മുളകാണിത്, മുഴുവൻ മുളക്. അത് വീട്ടിൽ തന്നെ നമ്മൾ ചതച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇടണത്. എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞങ്ങളിവിടെയുള്ള മുളക് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കൂടുതൽ ചേർത്തത്. നന്നായി സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി കുറവാണ്, നമ്മൾ കുറച്ചും കൂടി ഉപ്പിടാം. മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം. തീരെ വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിതിലേക്ക് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിൽ തീ കുറച്ചിട്ടിട്ട് നല്ലോണം മൂടി വേവാനായിട്ട് വെക്കണം. ഇത് തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ ആവിയിൽ ചിലത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നല്ല സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഈ ഉപ്പേരി റെഡിയാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി തുറന്ന് നോക്കാം. കണ്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് ഇത് വേവിച്ചെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, കറിവേപ്പില ഇടണം. നമുക്ക് എല്ലാത്തിനും അറിയാമല്ലോ,
എല്ലാ കറിക്കും ടേസ്റ്റ് നൽകുന്നതാണ് നമ്മുടെ കറിവേപ്പ്, വേപ്പില. നമ്മളത് ഇത് പറയാനായിട്ട് മറന്നുപോയി. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടത്. നല്ല മണത്തിനൊക്കെ നല്ലതാണല്ലോ ഇതിടാൻ. അപ്പം നമ്മളെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. അടുത്ത വേറൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.